ഹലോ, നമുക്കൊരു അടിപൊളി നെയ്ച്ചോറും ഒരു വെറൈറ്റി മസാലക്കൂട്ടിൽ ഒരു കിടിലൻ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയാലോ? വാ നോക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് ജീരകശാലയുടെ അരി കൊണ്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോണത്. അരി നമുക്ക് അളന്നെടുക്കാം, എന്നിട്ട് കുറച്ച് നേരം കുതിരാൻ വെക്കണം. ഇനി ചിക്കൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി മസാല പുരട്ടാനായി വരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായി കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 4-5 വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 3-4 ചെറുള്ളിയും, പിന്നെ ഒരു പകുതി കഷ്ണം തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ പുളി ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റാവും കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് സ്പൈസസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകും ഗ്രാമ്പും കറുകപ്പട്ടയും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കാം. ഞങ്ങളിവിടെ 2 ലെഗ് പീസാണ് ഫ്രൈ ചെയ്യാനായി എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ മസാലയിൽ ചേർക്കാൻ വിട്ടുപോയതാണ്. ഇനി മസാല നല്ലപോലെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. സാധാരണ തക്കാളിയും ഉള്ളിയൊന്നും ചേർക്കാറില്ല മസാലയിൽ. പക്ഷേ നെയ്ച്ചോറിൻ്റെ കൂടെ വേറെ ഗ്രേവി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മസാല ഉണ്ടാക്കിയാൽ വേറെ ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മസാലയും നെയ്ച്ചോറും കൂടി കഴിക്കാനായിട്ട്. ഇതാ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാൽ ആ സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബാക്കിലോട്ട് നിൽക്കാം, ഇല്ലെങ്കിൽ മേത്തേക്ക് പൊട്ടിത്തെറിക്കും. ഇനി വേപ്പില ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ചിക്കൻ്റെ പീസ് അതിലോട്ട് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ നല്ല പോലെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുള്ളൂ. അതിനുശേഷം ചിക്കൻ്റെ മേലെ കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. നെയ്ച്ചോറ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ റൈസ് ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അതുകൊണ്ട് നല്ല പോലെ ഇളക്കിയെടുത്ത് അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പല അരിക്കും പല കണക്കാണ്, അത് ശ്രദ്ധിക്കണം. നോർമലി ജീരകശാലയുടെ അരിക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് കണക്ക്. ഇനി ആവശ്യത്തിന് ഉപ്പും സ്പൈസസും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളം കറക്റ്റ് നോക്കിയെടുക്കണം കേട്ടോ. പല അരിക്കും പല അളവാണ്. കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒക്കെ പണി കിട്ടും. പിന്നെ വെള്ളം നല്ല പോലെ വറ്റി വരുമ്പോൾ ഒരു 3-4 മിനിറ്റ് കൂടി മൂടി വെച്ച് അടച്ച് വെച്ച് വേവിക്കണം. ഗൈസ്, നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിനിടയിൽ ചിക്കൻ കൂടുതൽ മുരിഞ്ഞു പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്താ ബന്ധു, ഒരു ടിപ്പ് തരാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, ഓക്കെ. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കാം. ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിച്ച് പോവും. ഇപ്പോൾ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി മൂടി അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് കഴിക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്, സമയം കുറേ ആയി. നല്ല ചൂടോടെ തന്നെ വിളമ്പി കഴിക്കാം. ആ ചൂടോടെ തന്നെ കഴിച്ചാൽ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ചൂടാറുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. ഇനി ആ ചിക്കൻ ഫ്രൈ നമുക്ക് ചോറിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ സൈഡായിട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്ക് ആ ചോറിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. ആ സാലഡ് എടുത്ത ചോറിലോട്ട് വെച്ചിട്ട് ആ മൊരിഞ്ഞ ചിക്കനാണ് കേട്ടോ, അതിന് ചെറിയൊരു പീസ് എടുത്ത ചോറിലോട്ട് വെച്ചിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം. സംഭവം അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഈ മസാലയൊക്കെ അടിപൊളിയാണ് കേട്ടോ. സാധാരണ ഫ്രൈ ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെയാണ് ഫ്രൈ ചെയ്തത്, പക്ഷേ ആ സവാളയും ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. അപ്പോൾ സംഭവം അടിപൊളിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.